ദാ മുല്ലാ സർഫും ആന്റപ്പനും റിങ്ങിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി മുല്ലാ അസർ. ഇന്നത്തെ ശക്തനായ എതിരാളി ആന്റപ്പൻ. പോളത്തല്ലാണ്ട് ഇനിതാ മറ്റുമില്ലാൻ തോന്നുന്നുണ്ട്. ആന്റപ്പൻ ഒറ്റ കയ്യിലിട്ടാ മതി. എടാ ജയിച്ചു കഴിഞ്ഞാൽ ബെൽറ്റ് കൊടുക്കേണ്ടി വരുമോ? എടാ അവന്മാര് പൊട്ടന്മാരാണ്. ജയിച്ച ഫൈനൽ നമ്മളായിട്ടാന്ന് പറയാം. അപ്പൊ നമ്മളെ ജയിക്കുള്ളൂ. നമുക്കിത് കാണുന്ന കാര്യല്ലേ? എടാ നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്ന? ദാ മത്സരം തുടങ്ങാൻ പോകുന്നു. എടാ മുല്ലാ സർപ്പ നീ അടിക്കടാ. സാബി ഈ പന്നി വിചാരിച്ച പോലെ ഇവനാരും ഒറ്റ കയ്യിൽ ഗോവിന്ദൻ ജാമ്യ എങ്ങനെണ്ടടാ കാണിച്ചോടാ പൊന്നി. സ്റ്റോപ്പ്. എന്താ കണ്ടില്ലടാ പന്നി ഇടിക്കടാ അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഏതില്ലോ തോറ്റു പോകും. സാറേ ആന്റപ്പനും ബ്രേക്ക് വേണമെന്ന്. എനിക്ക് ചെറിയ ബ്രേക്ക് തരുമോ? നാല് വെള്ളം കുടിക്കാനാണ്. ബ്രേക്ക്. ഇവന്മാരെന്ത് തേങ്ങ നീ കാട്ടുന്നേ? പേടിക്കണ്ട, ബെൽറ്റ് എന്തിനാ നമ്മളെ കയ്യിൽ നിന്ന് പോലെ രണ്ടു പൊട്ടന്മാരാ. ഇവൻ ഉറങ്ങിയ മച്ചാ ഇവിടെ എന്നാ പരിപാടി? ഇവന്ത് ജനക്കൂട്ടോ വിളിച്ചു പറഞ്ഞിട്ടുള്ള ബോക്സിംഗ് മത്സരം. ബോക്സിംഗ് ആന്റപ്പ ഇനി ഇറങ്ങണ്ട, ഇടികൊണ്ട് ചത്തു. ഞാൻ ഇനി ഇറങ്ങും. പക്ഷെ അതിനു മുമ്പ് ഞാൻ തന്നെ ഒരു നമ്പറിൽ നീ വിളിക്കണം. മത്സരം പുനരാരംഭിക്കാൻ പോകും. എടാ നായിന്റെ മോനെ മുല്ലാത്ത എങ്ങോട്ട് ഇറങ്ങി വേണം കൈവേറി. ഇവനെങ്ങനെ ഇവിടെ എത്തി? ഞാൻ വിളിക്കാണ്, നീ വാടക കളിക്കണേ. എന്താ മോനെ പ്രശ്നം? ആ നായിന്റെ മോൻ എന്റെ പെങ്ങളെ കല്യാണം മുടക്കി. ഈ ആന്റപ്പനെ വിളിച്ചു പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന്. പോടാ, ഇത് വേറെ ആള് വന്നെന്താണ്? ടീമിലുള്ള ഒരാൾക്ക് പാസ് കൊടുക്കുക, അത് നിയമമാണ്. പാസാ എനിക്ക് ഓട്ടണ്ടി, ഞാൻ പോണു. അപ്പൊ എനിക്ക് ആരുമില്ല പാസ് കൊടുക്കാൻ. പാസ് കൊടുക്കാൻ ആളില്ലെങ്കിൽ ആന്റപ്പൻ തോറ്റായി പ്രഖ്യാപിക്കേണ്ടി വരും. ഞാൻ തോക്കാൻ പോണേ. ഇവരപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി. മനാഫ് മനാഫേ, ഞാൻ തോറ്റിട്ടില്ല. പാസ്